ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ഡേ 3 ഓഫ് കൊച്ചി വ്ളോഗ്. രാവിലെ തന്നെ സിന്ധുമ്മയുടെ സ്പെഷ്യൽ പുട്ട്, പയറ്, പപ്പടം, പഴം, മീൻകറി കൂട്ടി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ വണ്ടിയെടുത്ത് മട്ടാഞ്ചേരി പോയി. മട്ടാഞ്ചേരി ജൂ ടൗൺ അല്ലെങ്കിൽ ജൂ സ്ട്രീറ്റ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഹിസ്റ്റോറിക് പ്ലേസ് ആണിത്. കാരണം 1568 ഈ ജൂ സിനഗോഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഞങ്ങളവിടെ ഒരു ചെറിയ എൻട്രി ഫീ ഒക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള മ്യൂസിയം, അവിടെയുള്ള പഴയ ആർട്ട് വർക്കുകൾ, കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അതിൻ്റെ അകത്ത് കയറി. ഇറ്റ്സ് എ വെരി പീസ്ഫുൾ ഏരിയ. ഇപ്പം ഞാൻ എൻ്റർ ചെയ്യുന്നതാണ് ഇവിടെയുള്ള ജൂ സിനഗോഗ്. ഇത് 1568 പണിതതാണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം പുറം രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത്. ഇപ്പോൾ ഈ കുട്ടി ഫോട്ടോ എടുക്കുന്ന ഈ ടീൽസ്, ദിസ് ഇസ് ഹാൻഡ് പെയിൻറ്റഡ്. ഇതിൽ ഓരോ ടീൽസും വളരെ ഡിഫറെൻ്റ് ആണ്. സോ ഈ മ്യൂസിയത്തിനുള്ളിൽ ആ കാലത്തെ ജൂ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ്, കാര്യങ്ങൾ, അന്ന് അവിടെ വന്നിരുന്ന ഫേമസ് ആൾക്കാർ, അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ എന്താ പറയുക, നമ്മളൊരു ഹിസ്റ്ററിയിലൊരു പാർട്ടായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ആൻഡ് യു നോ അബൌട്ട് ജൂ സ്ട്രീറ്റ്, അവിടെ ഇഷ്ടംപോലെ ഷോപ്പ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് പെർഫ്യൂം, അഗർബത്തി കാര്യങ്ങളൊക്കെ വാങ്ങി. ഉച്ചയായപ്പോൾ നല്ല വിശപ്പായി, ഒരു ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ പണ്ട് പോയ ലീലയിൽ പോയി, പക്ഷേ അവിടെ ഇപ്പോൾ ബിരിയാണി കിട്ടില്ല. പിന്നെ പാരഗണിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തില്ല. പിന്നെ നേരെ വണ്ടി വിട്ടു, സെൻറ്റർ സ്ക്വയറിൻ്റെ അവിടെ പോയി. ഞാനൊരു കട്ടനും ഇവർ രണ്ടുപേരും 2 ചായയും കുടിച്ച് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ആക്ട്രസ് ആരാന്നൊന്ന് ഗസ് ചെയ്യുക. കുറച്ച് നേരം സിനിമയിലൊരു ചാൻസ് കിട്ടുമെന്നൊക്കെ നോക്കി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങി. എനിക്ക് കുറച്ച് ആർട്ട് വർക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. സോ കുറച്ച് ആക്സസറീസ് ഒക്കെ വാങ്ങി നേരെ വീട്ടിൽ വന്ന് ദി ബെസ്റ്റ് മൊമെന്റ്. ഹർഭജൻ സിംഗ് ബിരിയാണി, ഫൈനലി ബിരിയാണി. ഡ്രീം കം ട്രൂ. കണ്ടിട്ടുണ്ടായിരുന്നു.